നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ്യസഭ, നമ്മുടെ അപ്പർ ഹൗസിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പർ ഹൗസ് രാജ്യസഭയെ പറ്റിയിട്ടാണ്. ഇപ്പൊ സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ ഇതൊരു ഹോട്ട് ടോപ്പിക് ആണ്. നമുക്ക് വേഗത്തിൽ ഓടിച്ചിട്ടൊന്ന് നോക്കി പോകാം. കുറെ വർഷങ്ങളായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ ഒരു രാജ്യസഭയുടെ ഈ ഒരു ക്ലാസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കുറെ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവുകയാണ്. ഇപ്പൊ രാജ്യസഭയുടെ ചെയർമാന്, ഡെപ്യൂട്ടി ചെയർമാന്, എക്സെപ്ഷൻ കേസുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഒരു 10 മിനിറ്റ്സ് വീഡിയോയിൽ തീർക്കാം. ആദ്യം ഓർക്കുക, ഇന്ത്യൻ പാർലമെന്റിന് എന്തുണ്ട്? 2 സഭകളുണ്ട് അല്ലെ? ഇന്ത്യൻ പാർലമെന്റിന് 2 സഭകളുണ്ട്. ഇതറിയാത്തവരായിട്ട് ആരുമില്ല. ആ 2 സഭകൾ ഏതൊക്കെയാണ്? അപ്പർ ഹൗസ് ആണ് രാജ്യസഭ, ലോവർ ഹൗസ് ആണ് ലോക്സഭ അല്ലെ? ഇതിനകത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്? ലോക്സഭയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം. കാരണം എന്താ? ജനങ്ങളെ ഡയറക്റ്റ് സെലക്ട് ചെയ്ത് വിടുന്ന ആൾക്കാരാണ് ലോക്സഭയിലുള്ളത്. അതുകൊണ്ട് തന്നെ 2 സഭകളില് ലോക്സഭയ്ക്കാണ് പ്രാമുഖ്യം ആണല്ലോ. സാധാരണ നിയമനിർമ്മാണങ്ങളിൽ രാജ്യസഭയ്ക്ക് തുല്യ അധികാരമുണ്ടെങ്കിലും ധനകാര്യങ്ങളിൽ ആർക്കാണ് പ്രാമുഖ്യമുള്ളത്? ലോക്സഭയ്ക്കാണ് അല്ലെ? പരമാധികാരം എന്ന് വേണമെങ്കിൽ പറയാം ധനകാര്യ ബില്ലിന്റെ കാര്യത്തില്. മറ്റേത് ബില്ലുകളും ആദ്യമായി രാജ്യസഭയിൽ അവതരിപ്പിക്കാമെങ്കിലും ധനബില്ലുകൾ എവിടെ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ? ലോക്സഭയിലായിരിക്കും ആദ്യം അവതരിപ്പിക്കുക. അതുപോലെ ഇത് ലോക്സഭ അംഗീകരിച്ചിട്ട് എവിടേക്ക് വിടും? രാജ്യസഭയിലേക്ക് വിട്ടാൽ രാജ്യസഭയ്ക്ക് അത് അംഗീകരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ. അത് നിഷേധിക്കാനോ അതില്ലാതാക്കാനോ ആർക്കുള്ള അധികാരമില്ല? രാജ്യസഭയ്ക്ക് അധികാരമില്ല. വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 14 ദിവസത്തേക്ക് അത് വെച്ച് താമസിപ്പിക്കാനായിട്ട് സാധിക്കും. മറ്റേത് ബില്ലുകളാണെങ്കിലും ലോക്സഭയിൽ അവതരിപ്പിച്ച ശേഷം, ലോക്സഭയുടെ സാങ്ഷൻ കിട്ടിയതിനു ശേഷം രാജ്യസഭയിലേക്ക് വന്നാൽ രാജ്യസഭയ്ക്ക് അത് പാസ്സാക്കാതിരിക്കാനുള്ള അധികാരം ഉണ്ട്. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ? മണി ബില്ല് പാസ്സാക്കുന്നത് അല്ലെങ്കിൽ മണി ബില്ല് അവതരിപ്പിക്കുന്നത് ആദ്യം എവിടെയായിരിക്കും? ലോക്സഭയിലായിരിക്കും. ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. പാർലമെന്റ് ഉപരിസഭ, അതായത് അപ്പർ ഹൗസ് എന്നത് രാജ്യസഭയാണ്. പാർലമെന്റ് രണ്ടാമത്തെ ചേംബർ എന്നറിയപ്പെടുന്ന ആളാണ് രാജ്യസഭ. ഇത് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും, സംസ്ഥാനം പ്ലസ് യൂണിയൻ ടെറിട്ടറീസിനെയും കൂടെ കേന്ദ്രീകരിച്ചിട്ട് അതിനെ പ്രതിനിധീകരിക്കുന്ന ഒരു സഭയാണ് പാർലമെന്റിന്റെ രാജ്യസഭ എന്ന് പറയുന്നത്. ഇനി രാജ്യസഭയുടെ ഘടന എല്ലാവർക്കും അറിയാലോ. മാക്സിമം സ്ട്രെങ്ത് എത്ര വരെ ആവാം? 250 വരെ ആവാം. 238 എണ്ണം അതിനകത്ത് സ്റ്റേറ്റിനെയും യൂണിയൻ ടെറിട്ടറിയും റെപ്രസെന്റ് ചെയ്തുള്ള ആൾക്കാരും 12 പേരെ ആര് നോമിനേറ്റ് ചെയ്യും? പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, 12 പേരെ. ഇപ്പം നിലവില് കറണ്ട് സ്ട്രെങ്ത് എത്രയാണ്? 239 ആണ്. 6 എണ്ണം വേക്കന്റ് ആയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ 245 പേര് ഇപ്പൊ അതിനകത്തുണ്ട്. എന്താ കറണ്ട് സ്ട്രെങ്ത് 239 ആണ്. അതിനകത്ത് ടോട്ടൽ എടുക്കുന്ന സമയത്ത് 245 ഉണ്ട്. മാക്സിമം സ്ട്രെങ്ത് എത്രയാണ്? 250 ആണ്. അടുത്ത നോക്കുക, 8 മെമ്പേഴ്സ് യൂണിയൻ ടെറിട്ടറിയെ റെപ്രസെന്റ് ചെയ്യുന്നു. 12 മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദി പ്രസിഡന്റ്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞു, ഒന്നുകൂടെ പറയട്ടെ. മാക്സിമം സ്ട്രെങ്ത് എത്രയാ? 250. ഇതിനകത്ത് 238 എണ്ണം സ്റ്റേറ്റിൽ നിന്നും പല കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാരും 12 പേരെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്യും. ഇപ്പൊ കറന്റ്ലി എത്ര പേരുണ്ട്? 239 പേരുണ്ട്. ടോട്ടൽ എടുക്കുവാണെങ്കിൽ ഈ 12 പേരെ കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്രയായി? 245 എല്ലാം കൂടെ ഉണ്ട്. അതുപോലെ 225 മെമ്പേഴ്സ് ആണ് ഇവിടെ റെപ്രസെന്റ് ദി സ്റ്റേറ്റ്. 8 പേര് എന്താണ്? റെപ്രസെന്റ് ദി യൂണിയൻ ടെറിട്ടറി ആണ്. 8 പേര് യൂണിയൻ ടെറിട്ടറി. അതുകൊണ്ട് 12 മെമ്പേഴ്സിനെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിട്ടും ഉണ്ട്. അങ്ങനെയാണ് ഡിവിഷൻ വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു രാജ്യസഭയിലെ സീറ്റിന്റെ അലോക്കേഷനെ പറ്റിയിട്ട് പറയുന്ന ഷെഡ്യൂൾ ഏതാണ്? 4th ഷെഡ്യൂൾ ആണ് അല്ലെ? 4th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ അലോക്കേഷൻ ഓഫ് സീറ്റ് ഇൻ രാജ്യസഭ. 4ാമത്തെ ഷെഡ്യൂളിലാണ് ഈ ഒരു സീറ്റ് അലോക്കേഷൻ, രാജ്യസഭയിലെ സീറ്റ് അലോക്കേഷനെ പറ്റിയിട്ട് വ്യക്തമായിട്ട് പറയുന്നത്. അടുത്ത നോക്കുക, ആനുപാതിക പ്രാതിനിധ്യ രീതി ഉപയോഗിച്ച് സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭാംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഡയറക്റ്റ് ജനങ്ങളുടെ രീതിയിൽ, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ല ഇവരെ എടുക്കുന്നത് നമുക്കറിയാം. ഇപ്പൊ ലേറ്റസ്റ്റ് നടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ ഈ രീതിയിൽ ഒരു ചോദ്യങ്ങൾ വരാം. ആനുപാതിക പ്രാതിനിധ്യ രീതി ഉപയോഗിച്ച് സംസ്ഥാന നിയമസഭകളിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം എന്താണ്? തുല്യമല്ല. അപ്പം 29 സ്റ്റേറ്റ് ഉണ്ട്. ഈ 29 സ്റ്റേറ്റിലും എത്ര പേര് രാജ്യസഭയിലേക്ക് വരണം എന്നുള്ളത് ഒരു തുല്യ കണക്കല്ല. അതിന്റെ ജനസംഖ്യ, ഓരോ സംസ്ഥാനത്തെയും ജനസംഖ്യ ആശ്രയിച്ചിട്ടാണ്
എത്ര ആൾക്കാർ ഓരോ സംസ്ഥാനത്ത് നിന്നും രാജ്യസഭയെ റെപ്രസെന്റ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനത്തിന് രാജ്യസഭയിൽ ജനസംഖ്യ കുറവുള്ളതിനേക്കാൾ കൂടുതൽ സീറ്റ് ഉണ്ടായിരിക്കും. ജനസംഖ്യ കൂടിയ ഒരു സംസ്ഥാനത്തിന് രാജ്യസഭയിലേക്ക് 4 പേര്, ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനത്തിന് രാജ്യസഭയിലേക്ക് 2 റെപ്രസെന്റേറ്റീവ്സേ പാടുള്ളായിരിക്കും. അത് ഒരിക്കലും അതൊരു തുല്യ പ്രാതിനിധ്യമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല. ഇനി രാജ്യസഭാ തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ട് ഓടിച്ചു നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അല്ലെ. അപ്പം ഈ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ. 18 വയസ്സ് പൂർത്തിയായവർക്ക് ലോക്സഭയിലേക്ക് വോട്ട് ചെയ്യാമെങ്കിലും മത്സരിക്കാൻ എത്ര വയസ്സ് വേണം? 25 വയസ്സ് വേണം ലോക്സഭയിലേക്ക് മത്സരിക്കാനായിട്ട്. അതുകൊണ്ട് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ എത്ര വേണം? രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ ചുരുങ്ങിയത് എത്ര പ്രായം? 30 വയസ്സെങ്കിലും ഉണ്ടായിരിക്കണം ആണല്ലോ. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്ക്. ഇതൊന്നും അറിയാൻ വയ്യാത്തവരായിട്ട് ആരും കാണില്ല. ഇനി രാജ്യസഭാ തെരഞ്ഞെടുപ്പില് 3 തരത്തിലുള്ള പ്രാതിനിധ്യമാണ് രാജ്യസഭയിൽ ഉള്ളത്. തെരഞ്ഞെടുപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 3 തരത്തിലുള്ള പ്രാതിനിധ്യം. ഒന്ന്, രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ. സംസ്ഥാന നിയമസഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഈ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. നമ്മൾ MLA-മാരെ സെലക്ട് ചെയ്ത് വിടില്ലേ, ജനങ്ങൾ ഡയറക്റ്റ് സെലക്ട് ചെയ്യുന്നതല്ലേ, അവരാണ് രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ സെലക്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് തത്വം ഉപയോഗിച്ച് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒറ്റ വോട്ട് വഴിയുള്ള ആനുപാതിക പ്രാതിനിധ്യം. എനിക്കിപ്പം ഞാൻ MLA ആണെങ്കിൽ എനിക്കൊരു വോട്ട്, ആരെ ജയിപ്പിക്കാം. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന തത്വം ഉപയോഗിച്ച് കൈമാറ്റം ചെയ്യാവുന്ന ഒറ്റ വോട്ട് വഴിയുള്ള ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയാണ്. രാജ്യസഭയിലെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം തീരുമാനിക്കുന്ന ഘടകമാണ് സംസ്ഥാനത്തെ ജനസംഖ്യ. ഇപ്പൊ നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ പ്രാതിനിധ്യം, യൂണിയൻ ടെറിട്ടറീസിന്റെ റെപ്രസെന്റേഷൻ. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്ന രാജ്യസഭയിലെ അംഗങ്ങളെ പരോക്ഷമായി തെരഞ്ഞെടുക്കുന്നത് ഈ ആവശ്യത്തിനായി രൂപീകരിച്ച ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ്. ഓർത്ത് വെച്ചേക്ക, യൂണിയൻ ടെറിട്ടറീസിൽ ഉൾപ്പെടുന്ന രാജ്യസഭയിലെ അംഗങ്ങളുണ്ടല്ലോ. അപ്പൊ നമ്മൾ നിലവിൽ പറഞ്ഞു 8 പേരുണ്ടെന്നല്ലേ. ആ അംഗങ്ങളെ പരോക്ഷമായി തെരഞ്ഞെടുക്കുന്നത് ഈ ആവശ്യത്തിനായി രൂപീകരിച്ച ഇലക്ട്രൽ കോളേജിലെ അംഗങ്ങളാണ്. ഇതിനായിട്ട് ഒരു ഇലക്ട്രൽ കോളേജ് ഉണ്ട്, അവരാണ് സെലക്ട് ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് തത്വം ഉപയോഗിച്ച് കൈമാറ്റം ചെയ്യുന്ന ഒറ്റ വോട്ട് ആനുപാതിക പ്രാതിനിധ്യം വഴിയാണ് അവരെ വോട്ട് ചെയ്യുന്നത്. അതുപോലെ 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഡൽഹി, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നിവയ്ക്ക് രാജ്യസഭയിൽ പ്രാതിനിധ്യമുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഡൽഹിക്കും പുതുച്ചേരിക്കും ജമ്മു കാശ്മീരിനുമാണ് രാജ്യസഭയിൽ പ്രാതിനിധ്യം, റെപ്രസെന്റേഷൻ ഉള്ളത്. അടുത്ത മൂന്നാമത്തത് രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗങ്ങളുടെ പ്രാതിനിധ്യം. ഇപ്പൊ നമ്മൾ നോമിനേറ്റ് ചെയ്യുമെന്ന് പ്രസിഡന്റ്, അവരെ പറ്റിയിട്ടാണ് പറയുന്നത്. അവരെ നോക്കുക. ഇനി പറയുന്ന 12 പേരെ ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്നത്? 1 കലാമേഖല, 2 സാഹിത്യ മേഖല, 3 ശാസ്ത്ര മേഖല, 4 സാമൂഹ്യ സേവനം. ഈ 4 സെക്ഷനിലായിട്ട് നിൽക്കുന്ന പ്രമുഖരെ ആയിരിക്കും രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്. കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം. ഇതും നമുക്കറിയാം. ഇനി നോക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അടുത്തൊരു കാര്യമാണ് രാജ്യസഭ എന്താണ്? ഒരു പെർമനന്റ് ബോഡിയാണ് അല്ലെ. രാജ്യസഭ എന്ന് പറയുന്നത് ഒരു പെർമനന്റ് ബോഡിയാണ്. ഒരിക്കലും അത് ഒന്നിച്ചങ്ങ് പിരിഞ്ഞു പോകുന്നില്ല. അവിടെ എന്താ ശരിക്കും നടക്കുന്നത്? അതായത് ഇതൊരു പെർമനന്റ് ബോഡിയാണ്. ഇതിനെ കണ്ടിന്യൂയിങ് ചേംബർ എന്നാണ് അതുകൊണ്ട് വിളിക്കുന്നത്. എന്ത് വിളിക്കും? കണ്ടിന്യൂയിങ് ചേംബർ. അൺലൈക്ക് ലോക്സഭ which usually run for 5 years and fresh elections are taken up, രാജ്യസഭ has no specific tenure, it keep on running, therefore it is never dissolved. അപ്പൊ ഓർത്തു വെക്കുക, ഇതൊരു സ്ഥിരം സഭയാണ്. ഇത് ഒരിക്കലും പിരിച്ചുവിടത്തില്ല. പക്ഷെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും 6 വർഷ കാലാവധി പൂർത്തിയാക്കി, അതായത് ഒരാൾ കയറി 6 വർഷം, ആ ഓരോ അംഗങ്ങളും 2 വർഷം കൂടുമ്പോ ഇവര് 1/3 പേര് വീതം ഇങ്ങനെ പുറത്തു പോയിക്കൊണ്ടിരിക്കും. എന്താ പറഞ്ഞേ? 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും 6 വർഷ കാലാവധി പൂർത്തിയാക്കി പിരിഞ്ഞു പോകുന്നു. പകരം അത്രയും പേര് പുതുതായിട്ട് വന്നുകൊണ്ടേയിരിക്കും. 2 വർഷം കഴിയുമ്പോൾ കാലാവധി പൂർത്തിയാക്കിയ അടുത്ത 1/3 സംഘം പിരിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പോകുന്ന മൊത്തത്തിൽ ആൾക്കാരല്ല പോകുന്നത്, 1/3 അംഗങ്ങളാണ് പോകുന്നത്. 6 ഇയേഴ്സ് തികഞ്ഞു കഴിഞ്ഞാൽ 1/3 അംഗങ്ങൾ പോകുമ്പോൾ പുതിയ ആൾക്കാർ വരും. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും ഡിസോൾവ് ആവുന്നില്ല, ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും. അതോട് ഓർത്തു വെച്ചേക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയർമാൻ ഓഫ് രാജ്യസഭയാണ് പറയുന്നത്. നമുക്കറിയാം അപ്പർ ഹൗസിലെ അധ്യക്ഷനാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ ഈ ഒരു ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത്. ശരിക്കും ആരാണ് ഇവിടുത്തെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരിക്കും അല്ലെ. ഇന്ത്യൻ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അതേസമയം രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ രാജ്യസഭാംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളുമാണ്. അപ്പൊ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ഉപരാഷ്ട്രപതിയാണ്. നിലവിൽ ആരാണ്? ജഗദീപ് ധൻഖർ ആണ് നിലവിൽ ചെയർമാൻ ഓഫ് രാജ്യസഭ ആൻഡ് ഉപരാഷ്ട്രപതി. അതേസമയം ഡെപ്യൂട്ടി
ചെയർമാൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു തസ്തികയും കൂടെ ഉണ്ട്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. അദ്ദേഹം ആരായിരിക്കും? ഈ രാജ്യസഭാംഗങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളായിരിക്കും. നിലവിൽ ഹരിവംശ നാരായൺ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് രാജ്യസഭയുടെ. അതുപോലെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും പുറത്താക്കിയാൽ മാത്രമേ അദ്ദേഹത്തെ രാജ്യസഭാ ചെയർമാൻ സ്ഥാനത്ത് നിന്നും മാറ്റാൻ പറ്റൂ. എപ്പോഴാണോ ഇദ്ദേഹം ഉപരാഷ്ട്രപതി സ്ഥാനം മാറ്റുന്നത് അപ്പൊ മാത്രമായിരിക്കും ഇദ്ദേഹത്തിന്റെ രാജ്യസഭാ ചെയർമാൻ സ്ഥാനം മാറുന്നത്. ശമ്പളം നിശ്ചയിക്കുന്ന പാർലമെന്റ് ആണ്. ഇദ്ദേഹത്തിന്റെ ശമ്പളം കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്നാണ് ഈടാക്കുന്നത്. ഓക്കെ, അപ്പൊ ആരൊക്കെയാണ്? ചെയർമാൻ ഓഫ് രാജ്യസഭ നമ്മുടെ ഉപരാഷ്ട്രപതി തന്നെ ആയിരിക്കും, അദ്ദേഹം എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആണ്. അതുപോലെ തന്നെ ഓർത്തു വെച്ചേക്കാം, നിലവിൽ ആരാണ്? ജഗദീപ് ധൻഖർ ആണ് ഉപരാഷ്ട്രപതി എന്ന് പറയുന്നത്, ജഗദീപ് ധൻഖർ. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട് രാജ്യസഭയിൽ. അദ്ദേഹം ആരായിരിക്കും? നമ്മുടെ രാജ്യസഭയിലെ ഒരു അംഗത്തെ ആയിരിക്കും നിലവിലുള്ള ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭയായിട്ട് അംഗീകരിക്കുന്നത്. ഇപ്പം നിലവിൽ ഹരിവംശ നാരായൺ സിംഗ് ആണ്. ഇനി അടുത്തത് ഡെപ്യൂട്ടി ചെയർമാന്റെ കാര്യമാണ്. ഏതൊക്കെ സമയങ്ങളിൽ ഉപരിസഭയില് ഡെപ്യൂട്ടി ചെയർമാൻ ആവും? അതായത് ഡെപ്യൂട്ടി ചെയർമാൻ ആണ്. ഏതെങ്കിലുമൊക്കെ വ്യവസ്ഥ വരുന്ന സമയത്ത് ഡെപ്യൂട്ടി ചെയർമാൻ ആരായിട്ടും ചെയ്യേണ്ടി വരും. നമ്മൾ പറയത്തില്ലേ, പ്രസിഡന്റിന്റെ അഭാവത്തില് വൈസ് പ്രസിഡന്റ് ആവേണ്ടി വരും, പ്രസിഡന്റിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതേ അവസ്ഥ എപ്പോഴൊക്കെയാണ്? ഒന്ന്, ചെയർമാൻ സ്ഥാനം ഒഴിഞ്ഞു കിടന്നാൽ ഡെപ്യൂട്ടി ചെയർമാൻ ആരായിട്ട് മാറും? ചെയർമാൻ ഓഫ് രാജ്യസഭയാവും. അതുപോലെ ചെയർമാൻ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആയി പ്രവർത്തിക്കേണ്ടി വരുമ്പോൾ ചെയർമാനോ അല്ലെങ്കിൽ ഈ ഒരു വൈസ് പ്രസിഡന്റ്, നമ്മളിപ്പോ ഉപരാഷ്ട്രപതി നേരെ പ്രസിഡന്റ് ഇല്ലാത്തപ്പോൾ പ്രസിഡന്റ് ആയിട്ട് മാറണം. ആ സമയത്ത് രാജ്യസഭയില് ചെയർമാൻ ആരായിരിക്കണം? നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരിക്കണം. അതുപോലെ ചെയർമാൻ സിറ്റിംഗിൽ നിന്ന് വിട്ടു നിൽക്കുകയാണെങ്കിലും ഇദ്ദേഹത്തിന് ചെയർമാൻ ആവാൻ പറ്റും. അതുപോലെ രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും ഭൂരിപക്ഷം പാസാക്കിയ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കാം. നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാനെ പുറത്താക്കാം. എങ്ങനെ? രാജ്യസഭയിലെ മുഴുവൻ അംഗങ്ങളുടെയും ഭൂരിപക്ഷം പാസാക്കിയ പ്രമേയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാം. എന്നാൽ രാജ്യസഭാ ചെയർമാനെ പുറത്താക്കണമെങ്കിൽ എന്ത് വേണം? ഉപരാഷ്ട്രപതിയാണ് ചെയർമാനായിട്ട് വരുന്നത്. അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനം നഷ്ടപ്പെടാൻ മാത്രമേ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുള്ളൂ. എങ്കിൽ 14 ദിവസത്തെ മുൻകൂർ അറിയിപ്പ് നൽകിയതിനു ശേഷം മാത്രമേ നീക്കം ചെയ്യാനുള്ള പ്രമേയം നീക്കാൻ കഴിയത്തുള്ളൂ. അപ്പൊ സമയമുണ്ട്, 14 ദിവസം മുൻപെങ്കിലും പറഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നീക്കം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. When chairman is present in the house, deputy chairman is an ordinary member in the house and can speak, participate in proceeding and even vote in the question of house. ഇപ്പൊ ചെയർമാൻ ഉണ്ടെങ്കിൽ ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? രാജ്യസഭയിലെ മറ്റ് അംഗങ്ങളെ പോലെ തന്നെയാണ്, സംസാരിക്കാൻ സാധിക്കും, വോട്ടിങ്ങിനുള്ള റൈറ്റും അങ്ങനെയെല്ലാം ഉണ്ട്. ഈ ചെയർമാൻ ഇല്ലാതെ വരുമ്പോഴാണ്, ചെയർമാൻ ആവില്ലേ അദ്ദേഹം, ആ സമയത്താണ് ഇതൊന്നും അദ്ദേഹത്തിന് പറ്റാത്തത്. ശമ്പളം പാർലമെന്റ് നിശ്ചയിക്കുന്നതാണ്, അതുകൂടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസഭയുടെ പോയിന്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഇപ്പൊ രാജ്യസഭ സ്ഥിരം ചോദ്യമാണ്, ഇനി വരാൻ പോകുന്ന ഒരു ചോദ്യവും കൂടെ ആയിരിക്കും. സോ കൃത്യമായിട്ട് കുറേയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെങ്കിൽ അതും കൂടെ പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.